ശരീരത്തിലും കാലിലും മുറിവേറ്റ നിലയിലാണ് കുട്ടിയാന. കടുവ ഓടിച്ചപ്പോൾ ഉണ്ടായ പരിക്ക് എന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിയാനയെ തോൽപ്പെട്ടിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകും. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാന വീടുകൾക്ക് സമീപം ഓടി നടക്കുകയായിരുന്നു. RRT സംഘം ഏറെ നേരം ആനയെ നിരീക്ഷിച്ച ശേഷമാണ് പിടികൂടിയത്. ഇന്നലെ രാത്രി മുതൽ ആന പ്രദേശത്തുണ്ടെന്നും ഓരോ വീടുകളുടെ സമീപത്തേക്കും ഓടിയെത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. രാവിലെ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴാണ് കുട്ടിയാന നാട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും RRT ടീമും സംഭവ സ്ഥലത്തെത്തി കുട്ടിയാനയെ വാച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് കുട്ടിയാനേൻ്റെ കാലിന് നല്ല പരിക്കുണ്ട്. കടുവ അറ്റാക്ക് ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നും ഏകദേശം നമ്മുടെ ബാബുവിൻ്റെ വീടിൻ്റെ പരിസരത്താണ് ആദ്യമായി ആന വന്നത്. അവിടെ നിന്ന് ഏകദേശം 500 മീറ്ററിൻ്റെ അപ്പുറം ഓലഞ്ചേരി ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ നിന്നാണ് കുട്ടിയാന കടന്നിട്ടുള്ളത്. അപ്പം വനപാലകരും RRT അംഗങ്ങളുമൊക്കെ കുട്ടിയാനെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് ഓഫീസിലേക്കാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോയിട്ടുള്ളത്. കുട്ടിയാനയുടെ കാലിൽ മാത്രമല്ല തുമ്പിക്കൈയിലും പരിക്കുണ്ട്. കാട്ടിലേക്ക് തുരത്താൻ RRT സംഘം ശ്രമിക്കുന്നതിനിടെയാണ് പരിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. കാപ്പിത്തോട്ടത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്നൊരു വീട്ടിലേക്ക് ആന ഓടിക്കയറി. മതിലുള്ള വീടായതിനാൽ മറ്റെങ്ങോട്ടും ഓടാൻ സാധിച്ചില്ല. തുടർന്നാണ് ആനയെ പിടികൂടിയത്. മികച്ച ചികിത്സ നൽകി പരിക്ക് ഭേദമാക്കിയതിനു ശേഷം പുനരധിവാസം നടത്താനാണ് RRT സംഘത്തിന്റെ തീരുമാനം. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.